Good afternoon all. Good afternoon, ma'am. Good afternoon. Okay, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് വന്നു അല്ലേ? Then ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? ഓക്കെ, ഒന്നായിട്ട് ആഘോഷിച്ചു എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മളുടെ ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഠനത്തിലോട്ട്. ഇത്രയും ദിവസം പഠനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നോ? പഠിച്ചോ? ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ല, കുറച്ച് ദിവസം എൻജോയ് ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും നമ്മളുടെ പഠനത്തിലോട്ട് തിരിച്ചു വരികയാണ്. കുറെ ദിവസത്തിൽ ഇത് ബുക്കൊക്കെ ഒന്ന് തുറക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് എംപ്ലോയി റിലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സ് ആണ് അല്ലെ? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻ. എംപ്ലോയി റിലേഷൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നോക്കാം. ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, then technological factors, political factors, social and cultural factors, organizational factors, global factors. ഇത്രയുമാണ് എംപ്ലോയി റിലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്രോച്ചസ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയി റിലേഷൻസിന്റെ അപ്രോച്ചസ് ആണ്. അതായത് എംപ്ലോയി റിലേഷൻസ് എന്താണെന്നുള്ള കുറച്ച് സമീപനങ്ങൾ, ഓരോ വ്യക്തികളുടെ ആശയങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, then approaches of employee relations. നോക്കാട്ടോ. Approaches of employee relations are as follows. അപ്പോ ഈ എംപ്ലോയീസിന്റെ റിലേഷൻസിന്റെ അപ്രോച്ചസിന് ചെറിയൊരു ഒരു ഗ്രാഫിക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫാക്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ നമ്മള്? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ 5 ഫാക്ടേഴ്സ് ആണോ നമ്മൾ പറഞ്ഞത്? അങ്ങനെയാണെന്ന് തോന്നുന്നത് അല്ലേ? ആണോ? ഓർക്കണുണ്ടോ? യെസ് അല്ലേ, ഓർമ്മയുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ ഓക്കെ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് വരെ നമ്മൾ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, ഫസ്റ്റത്തെ 5 ഫാക്ടേഴ്സ് ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ആദ്യത്തെ 5 ഫാക്ടേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ 5 ഫാക്ടറുകൾ വായിക്കാം കേട്ടോ. ബാക്കി 6, 7, 2 ഫാക്ടേഴ്സും കൂടി ഉള്ളൂ അല്ലേ? ആദ്യത്തെ ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് 5 ഫാക്ടേഴ്സ് വായിക്കാം കേട്ടോ. അഞ്ച് ഫാക്ടേഴ്സ് വായിക്കാം കേട്ടോ, എങ്കിലും അവർ കണ്ടിന്യൂഷൻ കിട്ടുള്ളേ. ഓക്കെ, പിന്നെ 6ാമത്തെ ഫംഗ്ഷൻ ഫാക്ടർ നോക്കാം. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സംഘടനാപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും. These factors consist of management style existing in the organization, its perspective, organizational environment, health of organization, degree of competition, then flexibility towards changes and diverse HRM policies. അപ്പോ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്സ്, അതായത് ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഹെൽത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ഹെൽത്ത്. എന്താ ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു സ്ട്രെങ്തിന് തന്നെയാണ് ആ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻസ്, എങ്ങനെയാണോ മത്സരാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങള്. ഫ്ലെക്സിബിലിറ്റി ടുവേർഡ്സ് ചേഞ്ചസ്, ഇപ്പൊ ഓർഗനൈസേഷൻസിൽ കൊണ്ടുവരുന്ന ചേഞ്ചസുകൾ, മാറ്റങ്ങൾ, പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. ചിലപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവാം, പ്രൊസീജിയേഴ്സ് ആവാം, അങ്ങനെയുള്ള മാറ്റങ്ങൾ. അതുപോലെ HRM പോളിസീസ്,
ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. Then last one, global factors. Global എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇന്റർനാഷണൽ പരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. These factors include global differences, international relations. അല്ലെ, ഇപ്പൊ ഒരു സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിന് തന്നെ മറ്റു ഇന്റർനാഷണൽ ആയിട്ടുള്ള റിലേഷൻസുകളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ മീറ്റിംഗ്സുകളും മറ്റും ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രൊജക്ട്സുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള റിലേഷൻസുകള്, അതുപോലെ തന്നെ ഇക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, അവരുടെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള തത്വങ്ങള്, അതുപോലെ ഫങ്ഷൻസ് ഓഫ് ILO. എന്താ ILO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോം? ILO ഫുൾ ഫോം എന്താ? പെട്ടെന്ന് പറഞ്ഞേ. ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. എഴുതി വെക്കാം കേട്ടോ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. നോട്ട് ചെയ്ത് വെക്കാം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ അപ്പോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അപ്പോ ഇതുപോലെയുള്ള ഓർഗനൈസേഷനിൽ പറയുന്ന പ്രിൻസിപ്പിൾസുകള്, അതുപോലെ ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ് ആൻഡ് റിലേഷൻസ്, ട്രേഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ്സുകളും ട്രേഡുകളും. ഇൻ എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് പോളിസീസ്, പവർ ബ്ലോക്സ്, ഗ്ലോബൽ കൾച്ചറൽ എൻവയോൺമെന്റ്. Then international labor agreements, ഇന്റർനാഷണൽ ആയിട്ടുള്ള ലേബേഴ്സ് ആയിട്ടുള്ള എഗ്രിമെന്റ്സുകൾ, ഗ്ലോബൽ ആയിട്ടുള്ളത്, അതായത് എല്ലാം ഇത് അന്താരാഷ്ട്ര ലെവലാണെന്ന്, കുറച്ചും കൂടി അബ്രോഡ് ആയിട്ടുള്ള എന്താ പറയാ പ്രൊജക്ട്സുകൾ ഉണ്ടാവാം, എഗ്രിമെന്റ്സുകൾ, അതൊക്കെയാണ് ഗ്ലോബൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് എംപ്ലോയി റിലേഷൻസിലെ തന്നെ അപ്രോച്ചസുകളാണ്. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് ആ 7 ഫാക്ടേഴ്സുകൾ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ഓരോ ഫാക്ടേഴ്സിന്റെ ഉള്ളിലുള്ളത് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ആ ഫാക്ടേഴ്സുകൾ മെയിൻ ആയിട്ടുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ ILO ചോദിക്കോട്ടെ എക്സാമിന്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ദെൻ നമുക്ക് അപ്രോച്ചസിലോട്ട് കിടക്കാം. അപ്പോ അപ്രോച്ചസ് ഓഫ് എംപ്ലോയി റിലേഷൻസ്, ഇപ്പൊ പ്രധാനമായിട്ടും ഒരു 6 അപ്രോച്ചസ് ആണ് എംപ്ലോയി റിലേഷൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ പേരുകൾ നമുക്ക് പഠിക്കാം. സൈഡില് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് അപ്രോച്ചസുകള്, പേരുകൾ പഠിച്ചു വെക്കാം. സൈക്കോളജിക്കൽ അപ്രോച്ച്, ദെൻ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ദെൻ ഡയലോഗ് സിസ്റ്റം അപ്രോച്ച്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ടും 6 അപ്രോച്ചസുകളാണ്, ഓരോ സമീപനങ്ങളാണ്. അതായത് ഇപ്പൊ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് എംപ്ലോയി റിലേഷൻസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, സോഷ്യോളജിക്കല് സാമൂഹികപരമായിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്, ഗാന്ധിയൻ അപ്രോച്ചിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗാന്ധിയൻ എന്താണെന്ന് അറിയാമോ? പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചവരുണ്ടാരെങ്കിലും കൂട്ടത്തില് ആരുമില്ല? ഡിഗ്രിയോ അല്ലെങ്കിൽ പൊളിറ്റിക്സ് പഠിച്ചവരുണ്ടോ? ആരുമില്ല. ഓക്കെ, അപ്പൊ അതിൽ ഈ ഗാന്ധിയൻ തത്വങ്ങള് അല്ലെ, അതായത് ഗാന്ധിയൻ പരമായിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ്, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അപ്പൊ ഓരോരോ സമീപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ടും ആ പേരുകൾ പഠിക്കണം. സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യുക. അപ്രോച്ചസുകൾ, പേരുകൾ പഠിക്കണം. ഇനി ഓരോ അപ്രോച്ചസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഇനി നമ്മൾ ഓരോ അപ്രോച്ച് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. എല്ലാ അപ്രോച്ചും ഉള്ളിലുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയണില്ല, കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഇപ്പൊ നമ്മൾ ഉള്ളിൽ വായിക്കുമ്പോഴും ഓരോ പോയിന്റ്സ് വായിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം, അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് അപ്രോച്ച് നമുക്ക് എടുക്കാം, സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലെ. അപ്പൊ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. സൈക്കോളജി ഇഷ്ടമാണോ ആർക്കെങ്കിലും? ആർക്കും ഇഷ്ടമല്ല? താല്പര്യമുണ്ടോ പഠിക്കാനായിട്ട് സൈക്കോളജി? ആർക്കും താല്പര്യമില്ല, ഇഷ്ടമാണ്. യെസ് അല്ലെ, എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി. ഇടയ്ക്ക് ഞാൻ പറയാറില്ലേ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കണ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ അങ്ങനെയല്ലേ വിചാരിച്ചത് അല്ലെ. ഓക്കെ, ഇടയ്ക്ക് ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ നടത്താറുണ്ട്. സോ സൈക്കോളജിക്കൽ അപ്രോച്ചിൽ പറയുന്നത്, പഠിച്ചവരുണ്ടോ ആരെങ്കിലും സൈക്കോളജി? ആരുമില്ല? പഠിച്ചവരുണ്ടോ? പഠിക്കാൻ താല്പര്യമുണ്ട് അല്ലെ. ഓക്കെ, നല്ല സബ്ജക്റ്റ് ആണ് കേട്ടോ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ അപ്രോച്ചിൽ പറയുന്നത്, ദ സൈക്കോളജിക്കൽ അപ്രോച്ച് വ്യൂ
views the issues of industrial relations as intensely embedded in attitude and the perception of the key participants. എന്താണ് പറയുന്നത്? കുറച്ച് കടുകട്ടി വേർഡ്സുകളാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ അതിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കുഴപ്പമില്ല, നമുക്ക് ഏറ്റവും എളുപ്പം സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഇപ്പൊ സൈക്കോളജി അപ്രോച്ച് വ്യൂവില്, അതായത് അവരുടെ ആ ഒരു വ്യൂവില്, സൈക്കോളജിക്കൽ വ്യൂവിൽ പറയുന്നത് എംപ്ലോയി ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതായത് നമ്മൾ പഠിക്കുന്ന എംപ്ലോയി റിലേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ആ ഒരു ബന്ധങ്ങള് അല്ലെങ്കിൽ അതില് എന്താ പറയാ അതിൽ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ അല്ലെ, ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ വരുന്ന പ്രശ്നങ്ങള്, ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ പാർട്ടിസിപ്പൻസ്, അതായത് അതിൽ വരുന്ന പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എംപ്ലോയർ ഉണ്ടാവും, എംപ്ലോയി ഉണ്ടാവും, മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പോ അതിൽ വരുന്ന പാർട്ടിസിപ്പൻസിന്റെ അവരുടെ എന്താ പറയാ പെർസെപ്ഷൻസിലും അവരുടെ ധാരണയിലും ആറ്റിറ്റ്യൂഡിലും അവരുടെ മനോഭാവത്തിലും എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് പറയുന്നത്. അതായത് ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അതിലെ പാർട്ടിസിപ്പൻസിന്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ അവരുടെ ധാരണയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എംപ്ലോയീസും എംപ്ലോയറും മാനേജ്മെന്റ് ഒക്കെയാണ് അല്ലെ. അപ്പൊ അവരുടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡുമായിട്ടൊക്കെ എന്താ റിലേറ്റഡ് ആണെന്ന് അവിടെയുള്ള ഇഷ്യൂസ്. ഇപ്പോ ഒരാളുടെ കാഴ്ചപ്പാട് തന്നെയായിരിക്കും മറ്റൊരാളുടെ കാഴ്ചപ്പാട്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നത് പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സും ചിന്തിക്കുന്നത്, ആണോ? നമ്മളുടെ ഓരോരുത്തരുടെ വ്യൂ വ്യത്യാസമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാവരും ഒരേപോലെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരാൾ ഒരു കാര്യത്തെ പോസിറ്റീവ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്, പക്ഷെ മറ്റൊരാൾ അതിനെ നെഗറ്റീവ് ആയിട്ടും കണക്കാക്കാം ഇല്ലേ? രണ്ട് രീതിയിൽ കണക്കാക്കാം. വ്യൂ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അല്ലെ, ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡും നമ്മളുടെ പെർസെപ്ഷൻ ഒക്കെ എന്താണ് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ എംപ്ലോയി കാണുന്നത് ചിലപ്പോ എംപ്ലോയിയുടെ മാത്രം ഇത് നോക്കിയിട്ടായിരിക്കാം, എംപ്ലോയറിന്റെ ഒരു ബെനിഫിറ്റ് നോക്കിയിട്ടായിരിക്കില്ല. സോ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഇവിടെ പറയുന്നത്, സൈക്കോളജിക്കലി പറയുന്നത്, ഇങ്ങനെ പ്രധാനപ്പെട്ട ഇഷ്യൂസുകൾക്ക് കാരണമാകുന്നത് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ്സുകൾ വ്യത്യാസമുണ്ടെന്ന്. ഓക്കെ, ധാരണയാണെങ്കിലും അല്ലെങ്കിൽ അവന്റെ ആറ്റിറ്റ്യൂഡും എല്ലാവരും ഒരേ ലെവലിലല്ല, ഒരു കാര്യത്തിൽ തന്നെ പല രീതിയിൽ ചിന്തിക്കാറില്ല. ഇപ്പോ നിങ്ങൾ തന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിക്കാം, പലവരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെയും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഓക്കെ, then Mason Harry studies the impact of perception of an individual on his own behavior. മേസൺ ഹാരി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, സൈക്കോളജിസ്റ്റ് ആണ്. സോ അദ്ദേഹം പറയുന്നത് the impact perceptions of an individual his own behavior, അവന്റെ ധാരണ അല്ലെ, അതായത് സ്വന്തം പെരുമാറ്റത്തിൽ നിന്ന് തന്നെയാണെന്ന് അയാളുടെ ധാരണ. അവന്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ നോക്കിയിട്ടല്ല, അവന്റെ വ്യക്തിത്വം തന്നെയാണ് അല്ലെ. അവനാണ് ചിന്തിക്കുന്നതും പെരുമാറുന്നതും, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്. അല്ലാതെ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ്, ഞാനാണ് എന്റെ ആറ്റിറ്റ്യൂഡ് കാണുന്നത്, നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ. അല്ലാതെ നമ്മൾ അടുത്തൊരാളോടാണോ എന്റെ അഭിപ്രായം ചോദിക്കുന്നത്? സ്വന്തമായിട്ട് നമുക്കൊരു അഭിപ്രായം ഉണ്ട് അല്ലെ. സോ അയാളുടെ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പെർസെപ്ഷൻസ്, നമ്മുടെ ധാരണയും വരുന്നത്. ദെൻ ഇൻ ഹിസ് സ്റ്റഡി, അദ്ദേഹത്തിന്റെ പഠനത്തിൽ, സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, അവരിങ്ങനെ ഓരോരോ പഠനങ്ങളൊക്കെ നടത്തും. സോ ഇൻ ഹിസ് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ടു ഡിസിമിലർ ഗ്രൂപ്സ്, ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് യൂണിയൻ ലീഡേഴ്സ്. അതായത് അദ്ദേഹം ഒരു പഠനം നടത്തിയേ. അപ്പൊ അതിൽ രണ്ട് ഗ്രൂപ്പ്സുകളാണ്, എക്സിക്യൂട്ടീവ്സും യൂണിയൻ ലീഡേഴ്സും. Then are analyzed with the help of TAT. അണ്ടർലൈൻ ചെയ്യാം. TAT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ആണ്, നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടെസ്റ്റ് ആണ്. തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്നാണ് അതിന് പറയാ. TAT എന്നാണ് പറയുന്നത്, തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്. അപ്പോ ഈ തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഒരു ഒരു വ്യക്തിത്വം, നമ്മളുടെ വ്യക്തിത്വ പരിശോധനയ്ക്ക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അതില് ഇതുപോലെ ചില പിക്ചേഴ്സുകൾ കാണിക്കും. അപ്പൊ ഇപ്പൊ ഒരു പിക്ചേഴ്സ് കാണിച്ചു, ആ പിക്ചറിൽ നിന്നും പലവരുടെയും വ്യൂ ഓരോന്നായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പിക്ചർ കാണിച്ചു, അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് കാണുന്നത് ഒരാൾ കാണുന്ന ആ ഒരു വ്യൂ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മളുടെ ധാരണക്കും ആറ്റിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ ഒരു ടെസ്റ്റ് അയാൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ആരാണ്? മേസൺ ഹാരി എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ്. അപ്പൊ അദ്ദേഹം ടു കണ്ടക്ട് ദ ടെസ്റ്റ്, ഫോട്ടോഗ്രാഫ് ഓഫ് ആൻ ഓർഡിനറി മിഡിൽ ഏജ്ഡ് പേഴ്സൺ വാസ്
ടേക്കൺ ആസ് ഇൻപുട്ട്. അപ്പോ ഇവിടെ എന്താണ് അദ്ദേഹം എടുത്തത് ഒരു ഫോട്ടോഗ്രാഫ് കാണിക്കുകയാണ്. മിഡിൽ ഏജ്ഡ് പേഴ്സൺസ് ഒരു ഇൻപുട്ട് ആയിട്ട് നമ്മൾ എടുത്തേക്കാണ്. ആൻഡ് ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ഫ്രം ബോത്ത് ഗ്രൂപ്പ്സ് ടു ഗിവ് ദെയർ റേറ്റിംഗ്സ്. അങ്ങനെ ഓരോ ഗ്രൂപ്പ്സുകൾക്കും നമ്മൾ പിക്ചർ കൊടുത്തു, എന്നിട്ട് അതിന്റെ റേറ്റിംഗ്സ് എടുക്കുകയാണ്. അതായത് പിക്ചർ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും റേറ്റിംഗ്സ് കൊടുത്തു. ദി ഫോട്ടോഗ്രാഫ് വാസ് റേറ്റഡ് ബൈ ദ ഗ്രൂപ്പ്സ് ഇൻ എ ഡിഫറെന്റ് മാനർ. അപ്പൊ ഓരോ ഗ്രൂപ്പുകാരും പല മാനറിലാണ് അതിനെ കാണുന്നത്. ദാറ്റ് ഈസ് ദ യൂണിയൻ ലീഡേഴ്സ് റെഫർ ടു ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫ് ആസ് മാനേജർ. യൂണിയൻ ലീഡേഴ്സ് ഈ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് അവര് ആ ഫോട്ടോഗ്രാഫ് മാനേജർ എന്നുള്ള രീതിയിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. While the executive identified their union leader, അവരാണെങ്കിൽ അത് യൂണിയൻ ലീഡർ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ് അല്ലെ, സെയിം അല്ല. ഒരാൾ മാനേജർ ആയിട്ട് കണക്കാക്കുന്നു, മറ്റൊരു ടീം ആണെങ്കിലോ യൂണിയൻ ലീഡർ. Then it was concluded that the conflict between management and labor, അപ്പൊ ഇതൊരു കോൺഫ്ലിക്റ്റിലോട്ട് എത്തും. കാരണം എന്താണ്, എല്ലാവരും പറയുന്നത് ഒരേ അഭിപ്രായമല്ല. കാരണം എന്താണ്, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും ധാരണയും ആറ്റിറ്റ്യൂഡും വ്യത്യാസമുണ്ടെന്ന്. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാണ് കേട്ടോ. അതിന്റെ മെയിൻ ആയിട്ട് പറയുന്നത് ഓരോ വ്യക്തികളുടെയും അല്ലെ, ഇപ്പൊ മാനേജ്മെന്റ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ആറ്റിറ്റ്യൂഡ് സെയിം അല്ല. പലരും പല വ്യൂവിലാണ് അത് കാണുന്നത്. അത് നെഗറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ ചിലവർ അത് പോസിറ്റീവ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നത് ഈ ഒരു കാരണം തന്നെയാണെന്ന്. ഒരേപോലെയുള്ള അഭിപ്രായങ്ങളല്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും അവരുടേതായിട്ടുള്ള പെർസെപ്ഷൻസും ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? സൈക്കോളജിക്കൽ അപ്രോച്ച് ഒരൊറ്റ കാര്യം മാത്രം അതിൽ പറയുന്നുള്ളൂ. എല്ലാവരുടെയും വ്യൂ എന്ന് പറഞ്ഞാൽ സെയിം അല്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സുകൾ ഉണ്ട്. അത്രയും ഒന്ന് സിമ്പിൾ ആക്കി മനസ്സിലാക്കി വെക്കാം. then അദ്ദേഹം ആ ഒരു ടെസ്റ്റിന്റെ കാര്യം ഒന്ന് എക്സാമ്പിൾ പോലെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് വായിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്രോച്ച് നോക്കാം, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. എയ്റ്റൺ മയോ വാസ് ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഈ ഒരു സമീപനം കണ്ടെത്തിയ വ്യക്തിയാണ് എയ്റ്റൺ മയോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. Then this school of thought was later extended by Roethlisberger, Whitehead, B.F. White and Homans. അപ്പൊ ഈ ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നുള്ള ഒരു സമീപനം, ഈ ഒരു അപ്രോച്ചസ് കണ്ടക്ട് ചെയ്ത് എൽട്ടൺ മയോ ആണ്. ദെൻ ഈ പറയുന്ന വ്യക്തികൾ റോത്തിൽസ്ബർഗർ, വൈറ്റ്ഹാഡ്, B.F. ഈ വ്യക്തികൾ, ഈ രണ്ട് പേര് ചേർന്നിട്ടാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തത്. കണ്ടക്ട് ചെയ്ത് എൽട്ടൺ മയോ ആണ്. ദെൻ അത് വിപുലീകരിച്ചത് റോത്തിൽസ്ബർഗറും വൈറ്റ്ഹാഡ് ഒക്കെ ചേർന്നിട്ടാണ്. Then who gave a rational view of characteristics of industrial conflicts and harmony. അപ്പോ ഈ ഒരു സമീപനത്തില് പ്രധാനമായിട്ടും പറയുന്നത് റാഷണൽ വ്യൂ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, വ്യവസായികപരമായിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ, തർക്കങ്ങളെ കുറിച്ചും ദെൻ ഐക്യം, ഹാർമണിയെ കുറിച്ചാണ് ഈ ഒരു സമീപനം കൂടുതലായിട്ടും പറയുന്നത്. Then this approach emphasizes on those policies and methods that can be implemented to improve the workers' employees' self-esteem, competency and job satisfaction. എന്തിവിടെ പറയുന്നത്, ഈ ഒരു അപ്രോച്ചില് മെയിൻ ആയിട്ടും പറയുന്നത് എംപ്ലോയീസിന്റെ സെൽഫ് എസ്റ്റീം അല്ലെ, തൊഴിലാളികളുടെ എന്താണ് ഒരു സെൽഫ് എസ്റ്റീം,
ആത്മാഭിമാനം, അതുപോലെ തന്നെ അവരുടെ കഴിവ്, സ്കിൽസ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് അവരുടെ കഴിവുകളും, അതുപോലെ തന്നെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, കോമ്പിറ്റൻസി അല്ലെ, അവരുടെ കഴിവുകളും അവരുടെ സംതൃപ്തി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അപ്രോച്ചസിൽ അവർ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇംപ്ലിമെന്റ് നടപടികളാണ് ഈ ഒരു മെത്തേഡ്സിലൂടെ പറയുന്നത്. Then it also helps to maintain peaceful relations between labor and management. ഇത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ? എംപ്ലോയീസും ലേബറും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒന്നും വരാതെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താനായിട്ട് ഈ ഒരു അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹ്യൂമൻ റിലേഷൻസ് അല്ലെ, അതായത് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു റിലേഷൻസിനെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടുന്ന നടപടികളാണ് ഈ ഒരു അപ്രോച്ചസിലൂടെ അവർ പറയുന്നത്. എംപ്ലോയീസിന് എന്താണ് അവരുടെ കഴിവും അവരുടെ അറിവൊക്കെ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ അവന് സ്വയം സംതൃപ്തനാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ, മെത്തേഡ്സ് ആണ് ഈ ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചസിലൂടെ ഈ എൽട്ടൺ മയോ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എൽട്ടൺ മയോ അണ്ടർലൈൻ ചെയ്യാട്ടോ. അത് കൊണ്ടുവന്ന വ്യക്തിയാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, അതിന്റെ ഫൗണ്ടർ. ഓക്കെ, വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? മൂന്നാമത്തെ അപ്രോച്ച് നോക്കാം. സോഷ്യോളജിക്കൽ അപ്രോച്ച്, സാമൂഹികപരമായിട്ടുള്ള അപ്രോച്ചസ്, സമീപനം എങ്ങനെയാണ്? The sociological approach compares the industry to a small social world that consists of a mix of various people and groups. ഇപ്പൊ സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ പറയുന്നത് ഇൻഡസ്ട്രീനെ നമ്മൾ ഒരു സ്മോൾ സോഷ്യൽ വേൾഡ് ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അല്ലെ, അവിടെ പലതരത്തിലുള്ള എംപ്ലോയീസുകളുണ്ട്, പല രീതിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സുകൾ ഉണ്ടാകും. സോ സമൂഹത്തിലെ ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു സമൂഹം, ഒരു ചെറിയൊരു ലോകമായിട്ട് നമുക്ക് കണക്കാക്കാണ്. ഇനി അതിലെ കൺസിസ്റ്റ് ചെയ്യുന്ന വേരിയസ് പീപ്പിൾ ആണ്. ഹാവിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുണ്ട്, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്, ഫാമിലി അപ്ബ്രിങ്സ് അല്ലെ, പല രീതിയിലുള്ള ഫാമിലി എന്ന് വരുന്നവരുണ്ട്. Then feelings like dislike as well as other personal factor like attitude, behavior, etc. അപ്പോ അവരുടെ ആറ്റിറ്റ്യൂഡ്സുകൾ പലതുള്ള ആളുകളുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടാവാം, ഫീലിങ്സ് ഉണ്ടാവാം, ഡിസ്ലൈക്സിൽ വ്യത്യാസം ഉണ്ടാകാം, ആസ് വെൽ ആസ് പേഴ്സണൽ ഫാക്ടേഴ്സ് എന്നിങ്ങനെ പല രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ചേർന്ന ഒരു കുഞ്ഞു സമൂഹമാണ് എന്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. Then since no two members in an industrial society have similar attitude അല്ലെ, നമ്മൾ പറഞ്ഞു, അതിനാൽ തന്നെ ഈ രണ്ടു പേർക്കും ഇപ്പൊ ഒരാളുടെ എല്ലാ ആറ്റിറ്റ്യൂഡും തന്നെ ആയിരിക്കില്ല അടുത്തൊരാൾക്ക് വരുന്നത് അല്ലെ, സെയിം ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല, എല്ലാവരും ഡിഫറെന്റ് ആണ്. സോ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ആണെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും. സോ this leads to problem of conflict. ഇതാണ് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നത്. ഡിസ്അഗ്രിമെന്റ് ആൻഡ് നെഗറ്റീവ് കോമ്പറ്റീഷൻ എമംഗ് ദ മെമ്പേഴ്സ്. സോ ഈ ആറ്റിറ്റ്യൂഡ്സുകൾ വ്യത്യാസമുള്ളത് കൊണ്ടാണ് എന്താണ് ഡിസ്അഗ്രിമെന്റും കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. എല്ലാവരും ഒരേ ലെവലല്ല. നമ്മൾ പറഞ്ഞു, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ളവരുണ്ടാവാം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമായിട്ടുള്ളതുണ്ടാവാം, അവരുടെ ഫീലിങ്സുകൾ അല്ലെ, അതുപോലെ അവരുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് ഇതെല്ലാം വ്യത്യസ്തമാണ്.
അതാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നതിന് കാരണം അല്ലെ. Then the issues involved in industrial relations are related to ഇനി ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. Issues involved in industrial relations are related to wages അല്ലെ. wages തമ്മിൽ പ്രശ്നങ്ങൾ വരും. സാലറി ആയിട്ട് ഇപ്പൊ സാലറി കൊടുക്കില്ല, അവര് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിനുള്ള സാലറി ഇല്ല എങ്കിൽ അവിടെ കോൺഫ്ലിക്ട് വരും അല്ലെ. അതുപോലെ വർക്കിംഗ് കണ്ടീഷൻ, ഇപ്പൊ ഒരു സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ അല്ല. ലേബർ വെൽഫെയർ, ഒരു ലേബർ വെൽഫെയർ ഇല്ലാതെ വരിക, ഇതെല്ലാമാണ് ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന കോൺഫ്ലിക്ട്സുകൾ. However, one must not avoid the most important factor, that is sociological factor. So നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സിനാണ്. The sociological factors consist of the underline ചെയ്യാട്ടോ. സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? The sociological factors consist of value system, traditions, patterns, symbols, attitude, and perception of both labor and management that have an impact on the industrial relation different ways. എന്താണ് പറയുന്നത്? അതായത് സോഷ്യോളജിക്കൽ സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂല്യം അല്ലെ, നമ്മുടെ വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷൻസിനും പാറ്റേൺസിനൊക്കെ അവിടെ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തത് സോഷ്യൽ അപ്രോച്ചസ്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ മൂന്നാമത്തെ അപ്രോച്ച്? ഓക്കെ, ദെൻ ഇനി നാലാമത്തെ അപ്രോച്ച് ആണ് ഗാന്ധിയൻ അപ്രോച്ച്. ഗാന്ധിയൻ അപ്രോച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അപ്രോച്ച് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാര്യം എന്താണ് അദ്ദേഹം കൊടുത്തിരുന്നത്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അഹിംസ ആൻഡ് നോൺ വയലൻസ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അഹിംസ ആൻഡ് നോൺ വയലൻസ്. ഇല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? അദ്ദേഹം വളരെ എന്താ പറയാ വയലൻസിനൊക്കെ എതിരാണ് അല്ലെ. നോൺ വയലൻസ്, അഹിംസ അല്ലെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു റൂൾസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. So Mahatma Gandhi is popular for his contributions towards the development of human beings and his beliefs of ahimsa and non-violence. അല്ലെ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അതായത് ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് മനുഷ്യന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിശ്വസിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നോൺ വയലൻസും അഹിംസയും. which have left a remarkable impression on the world's history. നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അദ്ദേഹത്തിന്റെ ആ ഒരു രണ്ട് വിശ്വാസങ്ങളും അത്രയും എന്താ പറയാ വില കൽപ്പിക്കുന്ന ഒന്നാണ് അഹിംസയും നോൺ വയലൻസും. Then he considered all human beings good and believed that individuals are not the ones who are
responsible for problems, but it is the extent of wrong systems which has led to several problems in the society. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് അദ്ദേഹം പറയണത് എന്താണ്? ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് ആണെന്ന്, നല്ല വ്യക്തികളാണ് മനുഷ്യരെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണോ അദ്ദേഹം പറയണത്? ശരിയാണോ? അദ്ദേഹം ചുമ്മാ പറയണല്ലേ അല്ലെ? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നതാണ് ഹ്യൂമൻ ബീയിങ്സ് എല്ലാവരും നല്ല മനുഷ്യരാണെന്ന്. ഇനി അദ്ദേഹം പറയുന്നത് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് വൺസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലം. സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി മനുഷ്യനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആരാണ്? ബട്ട് ഇറ്റ് ഈസ് എക്സ്റ്റൻസ് ഓഫ് ദ റോങ് സിസ്റ്റം. സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളാണെന്ന്, കുറെ സിസ്റ്റംസ് ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാത്മാഗാന്ധി പറയുന്നത് മനുഷ്യരെല്ലാവരും നല്ല ആളുകളാണ് അല്ലെ, അവർ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി മനുഷ്യനല്ല, മറിച്ച് എന്താണ്? സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് വ്യവസ്ഥകൾ, തെറ്റായിട്ടുള്ള വ്യവസ്ഥകളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറയുന്നത് ശരിയാണോ? ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്, ഓരോരുത്തരുടെ സമീപനങ്ങളാണ്. ശരിയാണോ? വ്യവസ്ഥകളാണോ? ഒന്നും പറയാനില്ല. വ്യവസ്ഥകളാണോ? അല്ല. ഓക്കെ. ഗ്രീഷ്മ പറഞ്ഞു കേട്ടോ, അല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ് അല്ലെ ഗ്രീഷ്മ? അങ്ങനെയാണോ? അങ്ങനെയാണോ? മനുഷ്യന്റെ കുഴപ്പം തന്നെയാണ് അല്ലെ? അദ്ദേഹം നമ്മളൊന്ന് പൊക്കി പറഞ്ഞാണ് അല്ലെ, മനുഷ്യര് നല്ലതാണ്, മനുഷ്യരല്ലാന്ന് പൊക്കി പറഞ്ഞാണ്. പക്ഷെ മനുഷ്യന്റെ പ്രവർത്തികളും അതിന് കാരണങ്ങളുണ്ട് അല്ലേ? നോക്കാണ്ട് നമുക്ക് എങ്ങനെയാ പറയുന്നത്? സോ അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? മനുഷ്യർ നല്ല വ്യക്തികളാണ്. സോ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി മനുഷ്യൻ മാത്രമല്ല, സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായിട്ടുള്ള കുറെ വ്യവസ്ഥകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. He did not oppose strikes by workers, but he permitted this option to be the last resort when all available methods of negotiations, then conciliation and arbitration to restore peace have failed. He did not oppose strike. എന്താണ് പറയുന്നത്? സ്ട്രൈക്കുകൾ, അതായത് പണിമുടക്കുകളെ ഒന്നും ഇപ്പൊ നമ്മളിപ്പോ എംപ്ലോയീസ് ആണെങ്കിലും പണിമുടക്കുകൾ, സ്ട്രൈക്ക് ഒക്കെ ഉണ്ടാക്കും അല്ലെ? ഇപ്പൊ അവർക്ക് വേജസ് കൊടുത്തില്ലെങ്കിലോ മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യും എംപ്ലോയീസ് ഒക്കെ. സ്ട്രൈക്കിന് അദ്ദേഹം ഒരിക്കലും ഒപ്പോസ് ചെയ്യണില്ല എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒപ്പോസ് ചെയ്യാത്തത്? ആക്രമണമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം കൂട്ടു നിൽക്കില്ല. എങ്കിലും അദ്ദേഹം സ്ട്രൈക്കിനെ ഒപ്പോസ് ചെയ്യണില്ല എന്ന്. എപ്പോ? ബൈ വർക്കേഴ്സ്, ബട്ട് ഹി പെർമിറ്റഡ് ദിസ് ഓപ്ഷൻ ടു ദ ലാസ്റ്റ് റിസോർട്ട്. അതാണ് ഇവിടെ പറയുന്നത്. സമാധാനം, അതായത് നമ്മൾക്ക് നേരായിട്ടുള്ള വഴിയിലൂടെ അവർ ഒരുപാട് എന്താ പറയാ, ഇപ്പോ നെഗോഷിയേഷൻ, ചർച്ചകളൊക്കെ നടത്തി, അതുപോലെ തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, ചർച്ചകളും അതുപോലെ കുറെ അനുരഞ്ജന, കോൺസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ അനുരഞ്ജനത്തിനൊക്കെ വേണ്ടി ചെന്നു. അതുപോലെ തന്നെ ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യസ്ഥത, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും അതിൽ യാതൊരു എന്താ പറയാ ഒരു റിപ്ലൈ ഇങ്ങോട്ട് കിട്ടാതെ വരുമ്പോ ലാസ്റ്റ് ഇതായിട്ട് തൊഴിലാളികൾ സ്ട്രൈക്ക് ചെയ്യും. പല രീതിയിലൂടെ അവരത് എന്താ പറയാ സ്ട്രൈക്ക് എടുക്കാതെ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നോക്കി. അതൊന്നും പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ആ ഒരു സിറ്റുവേഷൻസിൽ എന്താണ് ഇദ്ദേഹം അതിന് കൂട്ടു നിൽക്കുന്നുണ്ടെന്ന്, ഒപ്പോസ് ചെയ്യണില്ല. കാരണം അവർ അത്രയും കാര്യങ്ങൾ ചർച്ചകൾ നടത്തി അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടാൻ നോക്കി. ഇതിലൊന്നും ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് അവർക്ക് ഇതാവുന്നില്ല എങ്കിൽ ലാസ്റ്റ് ഇതില് അവരെന്ത് ചെയ്യണം? സ്ട്രൈക്ക് എടുക്കേണ്ടത് തന്നെ വരും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഗാന്ധിജി ഒരിക്കലും അതിനെ എതിർക്കണില്ല എന്ന് സ്ട്രൈക്ക്. കാരണം അവരുടെ അവകാശങ്ങൾ അവർക്ക് നേടണം തൊഴിലാളികളുടെ അല്ലെ? Then he laid stress on maintaining the dignity of employees by accepting each individual workers as a human being and emphasized on non-violent communism. അപ്പൊ അദ്ദേഹം പറയുന്നത് ഓരോ എംപ്ലോയി അല്ലെ, അതായത് ഓരോ എംപ്ലോയിനെയും മനുഷ്യനായിട്ട് കണക്കാക്കണം എന്ന്. ഓരോ വ്യക്തികളെയും, ഓരോ എംപ്ലോയി എന്ന് പറയുന്നത് മനുഷ്യനാണ്, അങ്ങനെ കണക്കാക്കണം എന്ന്. സോ അവന്റെ അന്തസ്സിന് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നോൺ വയലന്റ് കമ്മ്യൂണിസത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ എന്താ പറയാ തല്ലും, എന്താ പറയാ ഇപ്പോഴത്തെ പോലെ തല്ലും കൊലയും വെടിവെപ്പും ഒന്നുമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നോൺ വയലൻസ് ആയിരിക്കണം, വയലൻസ് ഒന്നും പാടില്ലാണ്. He went to the extent of saying that if communism comes without any violence, it would be welcomed. അല്ലെ? അതായത് ഒരു വയലൻസ് ഒന്നും ഇല്ലാത്ത ഒരു
എന്താ പറയാ ഒരു ട്രസ്റ്റിഷിപ്പ് എന്നൊരു ആശയത്തിനാണ് അദ്ദേഹം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണേന്ന്. അതായത് വയലൻസ് ഒന്നും പാടില്ല, നല്ലൊരു എന്താ പറയാ വയലൻസ് ഒന്നും ഇല്ലാത്ത, ആക്രമണങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ഇതിനെയാണ് അദ്ദേഹം വെൽക്കം ചെയ്യുന്നത്. Then briefly ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, according to the trusteeship theory, all the materialistic aspect of life, like property or any human achievement, is not ownership of any individual. Rather, it belongs to the entire society. അപ്പോ അദ്ദേഹം പറയുന്നത് ട്രസ്റ്റിഷിപ്പ് എന്നൊരു ആശയത്തിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രസ്റ്റിഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, നോൺ വയലൻസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല എന്ന്, മറിച്ച് അത് സൊസൈറ്റിയുടെയും കൂടി നേട്ടമാണെന്ന്. ഒരു മനുഷ്യന്റെ നേട്ടം എന്ന് പറഞ്ഞാല് അത് അവന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടമല്ല, മറിച്ച് അവന്റെ സൊസൈറ്റിയുടെയും കൂടി നേട്ടമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ഹ്യൂമൻ അല്ലെ, ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. സോ എന്താണ് അവന്റെ ഹ്യൂമൻസിന്റെ നേട്ടം, അവന്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെയും കൂടി അച്ചീവ്മെന്റ് ആണ്. These talents or skills can be taken as gift of nature and no particular individual has exclusive right over them. അപ്പൊ അതില് അവന്റെ ഒരു നേച്ചർ, അതായത് ഒരു പ്രകൃതിക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. The trusteeship system is a unique concept compared to the other contemporary industrial relations system. ഇപ്പൊ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കൺസെപ്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ ഏറ്റവും നല്ലൊരു ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം കൂടുതലും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്തിനാണ്, അഹിംസയ്ക്കും അതുപോലെ തന്നെ നോൺ വയലൻസിനാണ്. ദെൻ ഹ്യൂമൻ ബീയിങ്സിനെ അദ്ദേഹം നല്ലൊരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നു. ദെൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഹ്യൂമൻ ബീയിങ് അല്ല, മറിച്ച് സമൂഹത്തിലെ കുറെ വ്യവസ്ഥകളൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടോ? നല്ല അഭിപ്രായമല്ല അദ്ദേഹം പറഞ്ഞത്, ആണോ? അതുപോലെ തന്നെ സ്ട്രൈക്കിനൊന്നും അദ്ദേഹം ഒപ്പോസ് ചെയ്യണില്ല. മാക്സിമം നമ്മൾ പറ്റാവുന്നിടത്തോളം പോകും, സമാധാനത്തിൽ പോകാൻ ശ്രമിക്കും അല്ലെ. അതും പറ്റാതെ ആവുമ്പോൾ സ്ട്രൈക്ക് എടുക്കാം, എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കണം അല്ലെ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, ഗാന്ധിയൻ അപ്രോച്ച്. ചെയ്തോ, വായിച്ചു എല്ലാവരും ഗാന്ധിയൻ അപ്രോച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. Okay, the next one, socio-ethical approach.
This approach asserts that industrial relations not only has a sociological base but also has some ethical consequence. ഈ ഒരു അപ്രോച്ച് സോഷ്യൽ ബേസിസിന് മാത്രമല്ല ധാർമ്മികമായിട്ടുള്ള കോൺസിക്വൻസുകളെയും കൂടി പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. According to this approach, for maintaining good industrial relations, it is necessary that the labor and management understand their ethical responsibilities towards good industrial relations. ഈ ഒരു സമീപനം പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലേബറും മാനേജ്മെന്റും എത്തിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കിയിരിക്കണം. എന്ത് എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, സമൂഹത്തിലെ ധാർമ്മികപരമായിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങൾ രണ്ടുപേരും അറിഞ്ഞിരിക്കണം. This can only be achieved with the help of mutual cooperation. അപ്പോ ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ, അതായത് നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. കോൺഫ്ലിക്റ്റ് ഒന്നും വരാതെ രണ്ട് മാനേജ്മെന്റ് ആയിട്ടുണ്ടെങ്കിലും ലേബറും തമ്മിൽ മ്യൂച്വൽ കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ബൈ ഡെവലപ്പിംഗ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ഈച്ച് അതേഴ്സ് ഇഷ്യൂസ്. അതുപോലെ രണ്ടുപേർക്കും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരുപോലെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ്, ലേബറും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു മ്യൂച്വൽ കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. വായിച്ചോ സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി നമുക്ക് ആറാമത്തെ അപ്രോച്ചസ് നോക്കാം. ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച്. ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച്. John Dunlop has developed as a system approach to industrial relations. ഇപ്പൊ ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച് കൊണ്ട് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ജോൺ ഡൺലോപ്പ് ആണ് ഈ ഒരു സമീപനം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു അപ്രോച്ചിന് ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച് എന്ന് പേര് നൽകി. അക്കോർഡിംഗ് ടു ഡൺലോപ്പ്, അദ്ദേഹം ഈ ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ച് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. According to Dunlop, an industrial relations system at any one time in its development is regarded as composed of a certain actors, certain context and ideology, which binds the industrial relations system together, and a body of rules created to govern the actors at the workplace and work community. ഇതോടെ പറയുന്നത്, അതായത് ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ചസിൽ അദ്ദേഹം പറയുന്നത് ഒരു എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ അതിന്റെ ഡെവലപ്മെന്റ്സിൽ വികസനത്തിന്റെ ഏതെങ്കിലും ഒരു ടൈമില് എന്താണ് അതിലെ പാർട്ടിസിപ്പൻസുകൾ ആരൊക്കെയാണ്? പാർട്ടിസിപ്പൻസ് പറഞ്ഞാല് എംപ്ലോയീസ്, എംപ്ലോയർ, മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സുകൾ അല്ലെ. ഈ പാർട്ടിസിപ്പൻസുകള് അവരുടെ എന്താണ് സർട്ടൻ കോണ്ടെക്സ്റ്റില് ചില സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ വ്യാവസായിക ബന്ധങ്ങളെ ഇതിനെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് ഈ ആക്ടേഴ്സുകളും ഈ കോണ്ടെക്സ്റ്റുകളും അവരുടെ ഐഡിയോളജിയൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ സ്വാധീനിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത്
employee relations together, body rules related to govern actors, workplace and work community. ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിലും അവരുടെ വർക്ക് പ്ലേസിലും അതുപോലെ തന്നെ ആ ഒരു വർക്ക് കമ്മ്യൂണിറ്റി ആ ഒരു സമൂഹത്തിലും എന്താണ് ഈ ആക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നതിനായിട്ട്, ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 3 വ്യക്തികളെയൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് ആ ഒരു അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കൂട്ടം നിയമങ്ങളും അല്ലെങ്കിൽ എന്താണ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എംപ്ലോയി റിലേഷൻ എന്നാണ് അദ്ദേഹം പറയണത്. അതായത് അവിടെ ആക്ടേഴ്സും എല്ലാവരും ഇൻവോൾവ് ആണെന്ന്. അപ്പൊ ഈ ആക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു കൂട്ടം നിയമങ്ങളും ആ നിയമ സംഹിതകളെയൊക്കെ കൂടി ചേർന്നതാണ് അദ്ദേഹത്തിന്റെ അപ്രോച്ചസിൽ പറയുന്നത്. ആക്ടേഴ്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, അവരുടെ ഐഡിയോളജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടി ചേർന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അപ്രോച്ചസ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ എലമെന്റ്സ് ആണ് പറയുന്നത് അപ്രോച്ചസില്. Elements of system approach. The basic elements of system approaches are as follows. അദ്ദേഹത്തിന്റെ കുറച്ചിത്തിരി എന്താ പറയാ പെട്ടെന്ന് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു അപ്രോച്ച് അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് എന്താണോ മെയിൻ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. പെട്ടെന്ന് ഒറ്റയടിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച് അല്ല അദ്ദേഹത്തിന്റെ, അല്ലെ? നോക്കാം. അപ്പോ അദ്ദേഹത്തിന്റെ എലമെന്റ്സ് ആണ്. എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ചസ് എന്ന് പറയുന്നത് കണ്ടോ, എൻവയോൺമെന്റൽ ഫോഴ്സസ് ഉണ്ട്, പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ സിസ്റ്റം, ഔട്ട്പുട്ട്സ്. എൻവയോൺമെന്റൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, മാർക്കറ്റ് ഓർ എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, ബാലൻസ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പവർ. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, മാർക്കറ്റ്, ഇക്കണോമിക് ബഡ്ജറ്ററി, ഇതുപോലെ ബാലൻസ് ഡിസ്ട്രിബ്യൂഷൻസ്, ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുകൾ. ഇനി പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം. ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ്, ഇതാണ് പാർട്ടിസിപ്പൻസ്. ഇനി അതിൽ നിന്നുള്ള ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ റൂൾസ്, ഐഡിയോളജി അറ്റ് ദ വർക്ക് പ്ലേസ്. നമ്മൾ പറഞ്ഞല്ലോ വർക്ക് പ്ലേസിലുള്ള റൂൾസ്, റെഗുലേഷൻസും ഐഡിയോളജിയൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എലമെന്റ്സുകൾ നോക്കി വെക്കുക. അതായത് സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു വെർഷൻ ആണെന്ന്. ഇതൊരു വലിയൊരു തിയറി ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ. നമുക്ക് ഒരുപാട് ഈ അപ്രോച്ചസ് ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി അദ്ദേഹം ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഡൺലോപ്പ് സിസ്റ്റം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്. ഇനി നോക്കാം. ഇനി ഓരോ പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം. ദ 3 key participants are അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡൺലോപ്പിന്റെ അപ്രോച്ചസിൽ അദ്ദേഹം പറയുന്ന 3 പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? യൂണിയൻ, മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ്. യൂണിയൻ, മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ് that interact with the social and economic structure. These interactions involve 3 main levels known as subsystems. അപ്പോ ഈ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു അപ്രോച്ചസില് പ്രധാനപ്പെട്ട 3 പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയനും, മാനേജ്മെന്റും ആൻഡ് ഗവൺമെന്റും. ഇനി ഇവ 3ഉം ചേർന്നിട്ട് തമ്മിലുള്ള ആ ഒരു ലെവൽസിനെയാണ് നമ്മൾ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ 3 പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്ത പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് പറയുന്നത് ഐഡിയോളജിക്കൽ തിങ്കിങ്. എന്താണ് ഐഡിയോളജിക്കൽ തിങ്കിങ്? The relations among parties are managed largely by an ideological thinking. അല്ലെ? അതായത് ഈ പാർട്ടിസിപ്പൻസ്, ഈ പാർട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങള് പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ലിങ്കിലൂടെയാണ്. അക്കോർഡിംഗ് ടു ഡൺലോപ്പ്, an ideology is a set of ideas and beliefs commonly held by actors that helps build or integrate the system together as an entity. Underline ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം അദ്ദേഹത്തിന്റെ ആ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഡൺലോപ്പ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? an ideology set of ideas and beliefs. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഐഡിയാസും കുറെ വിശ്വാസങ്ങളും ബിലീഫ്സുകളൊക്കെ ചേർന്നതാണ്. Then it helps actors that help. Actors എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിസിപ്പൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. Build or integrate the system together. ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ വിശ്വാസങ്ങളും അവരുടെ ഐഡിയാസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. Then മൂന്നാമതായിട്ട് പറഞ്ഞത് കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയോൺമെന്റ്.
The framework within which participants interact is known as environment. According to Dunlop, the three types of environment are relevant industrial relations, which are follows. അപ്പോൾ 3 ടൈപ്പ് എൻവയോൺമെന്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ 3 ടൈപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തേതാണ് ദ ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, അല്ലെ? അതായത് സാങ്കേതികപരമായിട്ടുള്ള സവിശേഷതകള്. ഇൻ ഇക്കണോമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻ, ഇക്കണോമിക് ആൻഡ് മാർക്കറ്റ് കൺസ്ട്രെയിൻസ് നമ്മൾ ഈ ടേബിളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. Then the locus and the balance of power prevalent in society. അതായത് സാമ്പത്തിക വിപണികൾ, ഇതൊക്കെയാണ് ലോക്കസ് എന്ന് പറഞ്ഞിട്ട്. സാമ്പത്തികമായിട്ടുള്ള വിപണികൾ, മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ സാമ്പത്തികമായിട്ടുള്ള വിപണികൾ, അതിനകത്തുള്ള പ്രിലിവൻസ് മീൻസ് ഒരു പരിമിതികളും കാരണങ്ങളും. അപ്പൊ 3 ടൈപ്പാണ് പറയുന്നത്. ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ്, ഇക്കണോമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻ, ദെൻ ദ ലോക്കസ് ബാലൻസ് പവർ, സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്താ പറയാ അസന്തുലിതാവസ്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ. ലോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസന്തുലിതാവസ്ഥ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതാണ് ലോക്സിന്റെ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ആ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പിക്ചർ കൊടുത്തിട്ടില്ലേ നിങ്ങള്, അതൊന്ന് പഠിച്ചു വെക്കണം, മനസ്സിലാക്കി പഠിക്കുക. ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ്, പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, മെയിൻ ആയിട്ട് 3 പാർട്ടിസിപ്പൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. ഒരുപാടൊന്നും തിയറി പഠിക്കാനില്ല. വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചെല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മളിത് നോക്കിയത് അപ്രോച്ചസുകളാണ്. എംപ്ലോയി റിലേഷൻസിലെ അപ്രോച്ചസുകളാണ്. അപ്പൊ മെയിൻ ആയിട്ട് സൈക്കോളജിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, സോഷ്യോളജിക്കൽ, ഗാന്ധിയൻ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച്. അപ്പൊ ഓരോ അപ്രോച്ചസും കൊണ്ടുവന്ന വ്യക്തികൾ പ്രധാനമായിട്ട് പഠിക്കണം. സൈക്കോളജിക്കൽ അപ്രോച്ചസ് കൊണ്ടുവന്നത് ആരാണ്? മേസൺ ഹാരി എന്ന ഒരു വ്യക്തിയാണ്. ദെൻ അതില് ടാറ്റ് നോക്കണം, തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്. ദെൻ അതുപോലെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചസ് കൊണ്ടുവന്നത് എൽട്ടൺ മയോണ്. ദെൻ ഇവര് അതിനെ വിപുലീകരിച്ച വ്യക്തികളാണ്. കൊണ്ടുവന്നത് ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽട്ടൺ മയോൺ. ദെൻ ഡൺലോപ്പ് അപ്രോച്ച് കൊണ്ടുവന്നത് ജോൺ ഡൺലോപ്പ് ആണ്. അപ്പൊ ഓരോ വ്യക്തികളാ നോക്കി വെക്കണം കേട്ടോ, പഠിക്കണം. ദെൻ പാർട്ടിസിപ്പൻസ് 3 പേര്, യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ്. ദെൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ILO പറഞ്ഞു, ഫുൾ ഫോം ഇന്റർനാഷണൽ ലേബർ യൂണിയൻ, ഓർഗനൈസേഷൻ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. ഇനി നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസ് റിലേഷൻസിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. കുറച്ച് പോയിന്റ്സുകളാണ്, സിഗ്നിഫിക്കൻസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത്രയും ഓക്കെ ആണോ? ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പഠിക്കാൻ. അത്ര സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെ? അത്യാവശ്യം പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. കാരണം ഒരു പ്രാവശ്യം കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയകളല്ല.
ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ടൊന്നിരുന്ന് വായിച്ചാൽ മാത്രമേ അത് മനസ്സിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ തലയിലോട്ട് കയറുള്ളൂ. സോ നന്നായിട്ട് വായിക്കണം. ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ വായിച്ചാൽ മാത്രം ദെൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ട് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. പിന്നെ കുറെ പേരുകളൊക്കെ ഉണ്ട് ഓരോ വ്യക്തികളുടെ അല്ലെ. അപ്പോ പേരുകളൊക്കെ ഓർത്ത് വെക്കണം. ഫുൾ ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അതും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിനി സിഗ്നിഫിക്കൻസ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you, ma'am. Thank you, ma'am. Done.